നമ്മുടെ ശ്യാമിനെ നിധി പോലെ കൊണ്ടു നടക്കുന്ന ഭൂതം പോലെ നടക്കുന്ന നമ്മുടെ ലിയോയുടെ ടീമും അതുപോലെ നമ്മുടെ ബൂയോ അടിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാറിൻ്റെ ടീമിനെ. നല്ലൊരു ഫൈറ്റ് നമ്മുടെ ബൂയോൻ്റെ ടീം അവിടെ നിന്ന് കൊടുത്ത് ആ വണ്ടി ഇതാ അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത് നമ്മുടെ മാടി അതാ നോക്കായി, നമ്മുടെ മാടി പ്ലേ സോണിൽ കിടന്ന് നോക്കായിട്ടുണ്ട്. നമ്മുടെ പാണ്ഡേനെ കയറാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. നമ്മുടെ ടീമിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോസ്കോൻ്റെ ടീമൊക്കെ അവിടെ നിന്ന് കയറുന്നുണ്ട് ഗൈസ്. അതാ സോണി കിടക്കുന്നുണ്ട്. നമ്മുടെ ബോസ്കോ നോക്കായിട്ടുണ്ട്, അലി നോക്കായിട്ടുണ്ട്. ഇനി കാക്കു മാത്രമാണ് ജീവനോടെ ഇരിക്കുന്നുള്ളൂ. നമ്മുടെ കാക്കു അവരെ റിവൈവ് എടുക്കുന്നുണ്ട്. നമ്മുടെ പാണ്ഡേയും സൈറക്സും അവിടെ നിന്ന് കയറുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജോയും ഡെവിളക്സും പെക്കയും ശ്യാമൊക്കെ ഉണ്ട്. നമ്മുടെ ടീം രണ്ടും കൽപ്പിച്ചിട്ടാണ് നമ്മുടെ ശ്യാമിൻ്റെ ജീവൻ കൈകളിൽ വെച്ചുകൊണ്ട് നമ്മുടെ പെക്കയും അതുപോലെ നമ്മുടെ ജോയും ലിയോയും അവിടെ കാണാം. അതുപോലെ നമ്മുടെ സ്റ്റാറിൻ്റെ വൈമിയും സൈറക്സും അവിടെ നിൽക്കുന്നത് കാണാം. അതുപോലെ നമ്മുടെ കാക്കു നമ്മുടെ പിള്ളേരെ റിവൈവ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പാണ്ഡ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മറ്റൊരു ടീമിൽ ബാക്കി നമ്മുടെ പാണ്ഡ മാത്രമാണ് ഗൈസ്. സൈറക്സും വൈമിയും ഇവിടെ നോക്കുന്നുണ്ട്. നമ്മുടെ ശ്യാമിനെ കിട്ടുമോ അതോ ലിയോനെ കിട്ടുമോ? അതാ നമ്മുടെ ലിയോ വീണ്ടും ശ്യാമിനെ അടിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ശ്യാമിൻ്റെ വക ഒരു കളിയാക്കല്ല, എല്ലാവരെയും കളിയാക്കിക്കൊണ്ട് നമ്മുടെ ശ്യാം അതാ നമ്മുടെ ഡെവിളക്സിൻ്റെ ലിയോനെ നമ്മുടെ സ്റ്റാറിൻ്റെ പാണ്ട അടിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലിയോ വീണിരിക്കുകയാണ്. നമ്മുടെ ശ്യാമിൻ്റെ നെടുന്തൂണായിട്ടുള്ള ലിയോ വീണപ്പോൾ നമ്മുടെ പെക്കയും അവിടെ വീണിട്ടുണ്ട്. അപ്പം നമ്മുടെ ശ്യാം ഇവിടെ ഒറ്റയ്ക്കായിട്ടുണ്ട്. ഇനി ജോ മാത്രമാണ് ശ്യാമിനെ സംരക്ഷിക്കാൻ അവിടെയുള്ളത്. നമ്മുടെ ശ്യാമിനെ ഇപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന നമ്മുടെ സൈറക്സിനെയും അതുപോലെ നമ്മുടെ ബൂയോ ടീമിനെയും അതുപോലെ നമ്മുടെ പാണ്ഡയെ നമുക്ക് കാണാം. നമ്മുടെ സൈറക്സ് നൈസായിട്ട് കയറുന്നുണ്ട്. നമ്മുടെ ശ്യാമിൻ്റെ ജീവൻ ഇപ്പോൾ നമ്മുടെ പെക്കയുടെ കൈകളിലാണ്. ഇപ്പോൾ നമ്മുടെ ജോ വീണ്ടും എനിക്ക് തോന്നുന്നു ജോയും പെക്കയും ഉണ്ട്. നമ്മുടെ ലിയോ ഡെഡായിരിക്കുകയാണ്. കൂട്ടത്തിലെ കൊമ്പൻ ഡെഡായി ഗൈസ്. ഇനിയുള്ളത് നമ്മുടെ ശ്യാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് നമ്മുടെ ജോയും അതുപോലെ നമ്മുടെ പെക്കയുമാണ്. നമ്മുടെ ജീവൻ കൈകളിൽ വെച്ച് കൊണ്ടുപോകുന്ന ടീമിനെ നമുക്ക് കാണാം. എന്തായാലും നമ്മുടെ പാണ്ഡ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ സൈറക്സ് ഇവിടെ നിന്ന് നെയ്ഡുകൾ വലിച്ചെറിയുന്നുണ്ട്. നമ്മുടെ പെക്കയ്ക്കും അതുപോലെ ജോയ്ക്കും ശ്യാമിനൊക്കെ വേണ്ടിയിട്ട് ഇത്രത്തോളം നെയ്ഡ് അവനെടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട്. അതാ നമ്മുടെ അലി വീണ്ടും നമ്മുടെ സൈറക്സിനെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബൂയോയും അതാ നമ്മുടെ ഇനിയുള്ളതാരാണ് നമ്മുടെ ബൂയോ നമ്മുടെ ടീമിനെ അടിച്ചിട്ട് കൊണ്ട് അതാ പെക്ക വീണിരിക്കുകയാണ്. ഇനി നമ്മുടെ ശ്യാമും ജോയും മാത്രമേ ഉള്ളൂ. നമ്മുടെ അലിയും ബോസ്കോയും ഇപ്പോഴും ഉണ്ട്. എന്നാൽ നമ്മുടെ 250 രൂപ നമ്മുടെ ബൂയോൻ്റെ ടീം കൊണ്ടുപോകാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അത് 250 രൂപ ശ്യാമിൻ്റെ കൈകളിൽ തന്നെ ഭദ്രമാവുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ അലിയുടെ വക നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജോനെ നോക്കായി കിടക്കുന്ന ചെക്കനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്യാം കയറിയിട്ടുണ്ട്. നമ്മുടെ ബോസ്കോ നൈസായിട്ട് കയറി അടിക്കാൻ നോക്കുന്നുണ്ട്. നല്ലൊരു നെയ്ഡ് നമ്മുടെ അലി വീക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പെക്ക അവിടെ നോക്കായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ബട്ട് പെക്കേനെ റിവൈവ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അലിയുടെ നെയ്ഡുകളിലൊന്നും വീഴാനായിട്ട് നമ്മുടെ പെക്ക അവിടെ ഉണ്ടാവില്ല. നമ്മുടെ പെക്ക മാറിപ്പോയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ശ്യാമും പെക്കയും ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അലിയും അതുപോലെ തന്നെ നമ്മുടെ ബോസ്കോ സ്ഥിരം ചെയ്യുന്നത് പോലെ ഫ്ലാങ്ക് ചെയ്ത് കയറാൻ നോക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ അലി ഇവിടെ ചെയ്യുന്നത് നെയ്ഡുകൾ വാരി എറിയുകയാണ്. എല്ലായിടത്തും നെയ്ഡുകൾ വാരി എറിഞ്ഞ് ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ ജോ അല്ലെങ്കിൽ ശ്യാം പെക്ക ആരെങ്കിലും പെടുമോ എന്ന് നമ്മുടെ അലി നോക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ കൈകളിൽ നെയ്ഡുകളില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നെയ്ഡുകൾ വലിച്ചെറിയൂ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ് ഈ കളി ഇന്ന് തീർക്കൂ. നമ്മുടെ ശ്യാമിനെ കൊല്ലുന്നത് ആരാണെന്ന് എനിക്കും അറിയണം ഗൈസ്. അതോ നമ്മൾ ശ്യാം മരിക്കാതെ എവിടെ ഉണ്ടാവുമോ അതും എനിക്കറിയണം. നമ്മുടെ ശ്യാമിൻ്റെ 250 രൂപ ബാക്കി നിൽക്കുമോ? അത് മോൾട്ടൊക്കെ വലിച്ചെറിയുന്നുണ്ട് ഗൈസ്. ഇപ്പം എന്തായാലും സോണ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ പെക്ക കയറുന്നുണ്ട്. നമ്മുടെ ബോസ്കോ അതാ ഡെഡായിട്ടുണ്ട്. ഇനി നമ്മുടെ അലി മാത്രം നോക്കായിരിക്കുകയാണ്. നമ്മുടെ അലി മാത്രമാണ് ബാക്കിയുള്ളത്. അതാ നമ്മുടെ ശ്യാമിൻ്റെ ടീമും അതുപോലെ പെക്കയും കൂടി കയറി അടിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ശ്യാമിൻ്റെ പൈസ ശ്യാമിൻ്റെ കയ്യിൽ തന്നെ ഗൈസ്. ഒരൊറ്റ രൂപ പോയിട്ടില്ല. നമ്മുടെ ശ്യാമിൻ്റെ ടീം തന്നെയാണ് വിന്നായിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ശ്യാം വെല്ലുവിളിച്ചത് ഒന്നും കണ്ടിട്ടല്ല, നമ്മുടെ ശ്യാമിൻ്റെ കോൺഫിഡൻസ് അത്രയ്ക്കും ഉയർന്നതായിരുന്നു ഗൈസ്. നൈസ് ഗൈസ്, നിങ്ങളുടെ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ സൂപ്പർ കോൺഫിഡൻസ് ലെവൽ അങ്ങേയറ്റം എന്ന് പറയേണ്ടി വരും നമ്മുടെ ശ്യാമിൻ്റെയും അതുപോലെ ലിയോയുടെയും പെക്കയുടെയും ഗൈസ്. അപ്പോൾ അവർക്ക് വിന്നായിരിക്കുകയാണ്. സെക്കൻഡ് മാച്ചിൽ വിന്നായിരിക്കും നമ്മുടെ ഡെവിളക്സിൻ്റെ ടീമാണ് ഗൈസ്. നമ്മുടെ ശ്യാം, പെക്ക, ജോ, ലിയോ. ഓക്കെ, നൈസ് ഗൈസ്, നൈസ്. അതുപോലെ തൊട്ട് ബാക്കിൽ നമ്മുടെ ബൂയോൻ്റെ ടീമാണ്. തേർഡിൽ നിൽക്കുന്നത് നമ്മുടെ സ്റ്റാറിൻ്റെ ടീമാണ്.